ഈ വീഡിയോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പാനിക് അറ്റാക്കിനെ കുറിച്ചാണ്. അത് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. പാനിക് അറ്റാക്ക് എന്ന് വിളിക്കുവാൻ എനിക്ക് താല്പര്യമില്ല. കാരണം അതൊരു അറ്റാക്ക് അല്ല. നമ്മുടെ ശരീരത്തിനെയോ മനസ്സിനെയോ പുറമെ നിന്നും അല്ലെങ്കിൽ അകമെ നിന്നും ആരെങ്കിലും അറ്റാക്ക് ചെയ്യുന്ന ഒരു സാഹചര്യമല്ല ഈ പാനിക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ അറ്റാക്ക് എന്ന് വിളിക്കാൻ എനിക്ക് യാതൊരു താല്പര്യവുമില്ല. പക്ഷെ അതങ്ങനെ ആയിപ്പോയി. കുറേ ആളുകൾ പാശ്ചാത്യമായിട്ടുള്ള കാര്യങ്ങൾ ഇവരെല്ലാവരും അതിനെ പാനിക് അറ്റാക്ക് എന്നൊരു പേരിട്ട് വിളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് തൽക്കാലം നമുക്കും അങ്ങനെ വിളിച്ചേ കഴിയൂ. കാരണം അങ്ങനെ ആയിക്കഴിഞ്ഞു കാര്യങ്ങൾ. പറയാനുള്ളത്, പാനിക് അറ്റാക്ക് സാധാരണമാണോ? പാനിക് അറ്റാക്ക് കൊണ്ട് നമുക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? അതിനുള്ള മറുപടി എല്ലാം ഞാൻ തരാം. ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സാധാരണഗതിയിൽ പാനിക് അറ്റാക്ക് എന്ന് പറയുന്ന ഒരു സംഭവം വളരെയധികം നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും വളരെ സ്ട്രോങ് ആയിട്ടുള്ള സിംറ്റംസോടുകൂടി എനിക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നു, ഞാൻ ഇപ്പം മരിച്ചു പോകും എന്നുള്ള തരത്തിൽ സിംറ്റംസ് ഉണ്ടാക്കുന്ന ഒരു മാനസിക പ്രശ്നമാണ് ഈ പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾക്ക് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഹാർട്ട് ബീറ്റ് കൂടുകയോ, പെട്ടെന്ന് തളർച്ച തോന്നുകയോ, പെട്ടെന്ന് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വരികയോ, ശ്വാസോച്ഛ്വാസത്തിൻ്റെ ഗതി വർദ്ധിക്കുകയോ, നെഞ്ചിരിപ്പ് കൂടുക, കൈകാലുകൾ വിറയ്ക്കുക, തളരുക, തലയ്ക്ക് ഒരു മന്ദത പോലെ തോന്നുക, ചിലപ്പോൾ തലകറങ്ങി വീഴാൻ പോകുന്നത് പോലെ തോന്നാം, പെട്ടെന്ന് ശരീരം വിയർക്കുക, കൈകാലുകൾ തളരുക, കുഴയുക, ഇങ്ങനെയുള്ള സിംറ്റംസ് എല്ലാം വരുമ്പോൾ നമ്മൾ ഇതറിയാം പാനിക് അറ്റാക്ക് ആണോ അല്ലയോ എന്നുള്ളതല്ല അവിടെ വിഷയം. ഇങ്ങനെയുള്ള സിംറ്റംസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും, ആരായാലും, നിങ്ങളായാലും ഞാനായാലും, ഉടനെ നമ്മുടെ അടുത്തുള്ളവരോട് പറയുന്നു, നമ്മളെ തൂക്കിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അതല്ലെങ്കിൽ നമ്മൾ തന്നെ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ പോകുന്നു. ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം ഡോക്ടേഴ്സ് നമ്മളെ ചെക്ക് ചെയ്ത്, കാഷ്വാലിറ്റിയിലുള്ള ഡോക്ടേഴ്സും മറ്റ് ഡോക്ടേഴ്സും സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സും എല്ലാം ടെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ശരീരത്തിന് കാര്യമായ മറ്റ് അസുഖങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം, അത് ഹൃദയ സംബന്ധമായതായാലും കിഡ്നി അല്ലെങ്കിൽ ലിവർ സംബന്ധമായിട്ടാണെങ്കിലും, ബ്ലഡിൻ്റെ പ്രശ്നങ്ങൾ, ഷുഗറിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാം. അതേപോലെ ബ്ലഡിൽ മറ്റ് കെമിക്കൽസിൻ്റെ കുറവ് കൊണ്ട് അല്ലെങ്കിൽ പോഷകത്തിൻ്റെ കുറവ് കൊണ്ടാവാം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ടെൻഷൻ ആവുന്ന സാഹചര്യം കൊണ്ടും ഉണ്ടാവാം. പക്ഷേ ഇതൊന്നും നിങ്ങൾക്ക് ശാരീരികമായി സംഭവിച്ചതല്ല. ഇത് ആങ്സൈറ്റി കൊണ്ടുണ്ടായതാണ്, പാനിക് കൊണ്ടുണ്ടായതാണ്, ടെൻഷൻ കൊണ്ടുണ്ടായതാണ് എന്ന് നിങ്ങളെ പരിശോധിച്ച ഡോക്ടർ 100% ഉറപ്പായി പറഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇതെല്ലാം പാനിക് അറ്റാക്കിൻ്റെ സിംറ്റംസ് ആണ് എന്ന് ചിന്തിക്കാൻ പോലും പാടുകയുള്ളൂ. കാരണം മറ്റ് പല ശാരീരിക രോഗങ്ങൾക്കും ഈ പാനിക് അറ്റാക്കിൻ്റെ സിംറ്റംസ് വരാം. ഉദാഹരണത്തിന് ഞാൻ പറയേണ്ട കാര്യമില്ല, ഹാർട്ട് അറ്റാക്കിൻ്റെ സിംറ്റംസും ഈ പറയുന്ന പാനിക് അറ്റാക്കിൻ്റെ സിംറ്റംസും ഏകദേശം ഒരുപോലെയാണ്, നെഞ്ചുവേദന വരികയാണെങ്കിൽ. പക്ഷേ പല പാനിക് അറ്റാക്കിലും നെഞ്ചുവേദന പൊതുവെ തുടക്കത്തിൽ വരാറില്ല. ഹാർട്ട് ബീറ്റ് കൂടും, പക്ഷെ നെഞ്ചുവേദന പൊതുവെ വരാറില്ല, പിന്നീട് വരും. പക്ഷേ എന്തിരുന്നാലും എന്തൊക്കെയാണെങ്കിലും നമ്മൾ ഒരു കാരണവശാലും ഇതിനെ ആ രീതിയിലല്ല കാണേണ്ടത്. ഇങ്ങനെ ശാരീരിക സിംറ്റംസ് വന്നാൽ നമ്മൾ എല്ലാവരും പേടിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പാനിക് അറ്റാക്കിന് നിങ്ങൾ തീർച്ചയായും പാനിക് ഡോക്ടറെ പോയി കണ്ട്, കാഷ്വാലിറ്റിയിലാണെങ്കിലും മറ്റ് ഡോക്ടർമാരെയും കണ്ട് യാതൊരു കുഴപ്പവുമില്ല എന്ന് 100% ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ ഇത് പാനിക് അറ്റാക്ക് ആയിരുന്നു എന്ന് കൺക്ലൂഡ് ചെയ്യാൻ പാടുകയുള്ളൂ. അതിനുശേഷം ചിലപ്പോൾ 1, 2, 3 പ്രാവശ്യമെല്ലാം നമ്മൾ ഡോക്ടർമാരെ കണ്ട് പാനിക് അറ്റാക്കിന് ചികിത്സ തേടിയെന്ന് വരാം. ഇതുപോലെ പെട്ടെന്നുള്ള സിംറ്റംസ് വരുമ്പോൾ ആരായാലും ഡോക്ടറെ കാണില്ലേ? ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ, ഞാൻ 5 പ്രാവശ്യം 6 പ്രാവശ്യം എല്ലാം പാനിക് അറ്റാക്ക് വന്ന് ഞാൻ ഈ കാഷ്വാലിറ്റിയിൽ പോയി കുറേ നേരം കിടന്നിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്കറിയാം ഇത് സാധാരണ ഒരു സംഭവമൊന്നുമല്ല. പാനിക് അറ്റാക്ക് വരുന്ന ആരായാലും പേടിക്കും. ആ പേടിക്കുന്നു പറഞ്ഞല്ല, മരണം, ഞാനിപ്പോൾ ചാവും എന്നുള്ളതാണ് കൺസെപ്റ്റ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരാൾ തുടക്കത്തിൽ ഇതൊരു പാനിക് അറ്റാക്കാണ്, ഞാനിതിനെ മാനേജ് ചെയ്തോളാം എന്ന് ചിന്തിക്കുന്നതിലൊരു സാങ്കത്യമില്ല, ഇങ്ങനെ സംഭവിക്കില്ല. എന്നിരുന്നാലും ഞാൻ റിപ്പീറ്റഡ്ലി പറയുകയാണ്, ഈ സിംറ്റംസ് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെയോ 2ാമത്തെയോ 3ാമത്തെയോ പ്രാവശ്യമെല്ലാം നമ്മൾ തീർച്ചയായും ഡോക്ടറെ കാണണം. കണ്ട് ഒരു കുഴപ്പവുമില്ലെന്ന് ഉറപ്പിച്ചതിന് ശേഷം, അതിനുശേഷം 4ാമതോ 5ാമതോ പ്രാവശ്യം ഈ പ്രശ്നം വരുമ്പോൾ നമുക്ക് തന്നെ അതിനെ കൈകാര്യം ചെയ്യാം. കഴിഞ്ഞ 3 പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം ഞാൻ ഡോക്ടർമാരെ കണ്ടു കഴിഞ്ഞു,
എനിക്ക് ശാരീരികമായി യാതൊരു കുഴപ്പവുമില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഈ വരുന്ന സിംറ്റംസ് എല്ലാം പാനിക്കിൻ്റെ, ആങ്സൈറ്റി എക്സ്ട്രീം ആയതിൻ്റെ സിംറ്റംസ് ആണ്. അതുകൊണ്ട് ഇതിനെ പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അതിൻ്റെതായ രീതിയിൽ ബ്രീത്തിങ് ചെയ്തിട്ടാണെങ്കിലും അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം. അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഇവിടെ അടുത്ത ചോദ്യം വരുന്നത്, ഈ വരുന്ന പാനിക് അറ്റാക്ക് ഡേഞ്ചറസ് ആണോ? പാനിക് അറ്റാക്ക് മരണകാരണമാകുമോ? എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ട്, പാനിക് അറ്റാക്ക് മരണകാരണമാവില്ല അൺലെസ് നിങ്ങൾക്ക് വേറെ വല്ല പ്രശ്നവും ഉണ്ടെങ്കിൽ. അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് വേറെ ശാരീരികമായിട്ടുള്ള, അതാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത്, പാനിക് അറ്റാക്ക് വരുമ്പോൾ നമ്മൾ തീർച്ചയായും ഡോക്ടറെ കാണണം. നിങ്ങൾക്ക് ശാരീരികമായി യാതൊരു കുഴപ്പങ്ങളുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾക്ക് റിലാക്സ് ആവാൻ കഴിയുള്ളൂ. കാരണം പാനിക് അറ്റാക്ക് മറ്റ് രോഗങ്ങൾ ഉള്ളവരിൽ ഒരു പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ മറ്റു രോഗങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പിക്കേണ്ടതും കൂടി നമ്മളുടെ ഒരു കടമയാണ്. അപ്പോൾ പാനിക് അറ്റാക്ക് ഒരു കാരണവശാലും, ആങ്സൈറ്റി അറ്റാക്ക് ആണെങ്കിലും, ആങ്സൈറ്റി സ്ട്രോങ് ആയിട്ട് വരികയാണെങ്കിലും, പാനിക് സ്ട്രോങ് ആയിട്ട് വരികയാണെങ്കിലും അതൊരു കാരണവശാലും മരണകാരണമാവില്ല. അതിൽ ഒരുപാട് റിസർച്ച് നടത്തിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഈ വീഡിയോ നടക്കുന്നതിൻ്റെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള സൈക്കോളജി, അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ്റെ സൈക്കോളജി ടുഡേ എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റിൽ, സൈക്കോളജി ടുഡേ എന്ന് പറയുന്ന വെബ്സൈറ്റ് മാത്രമല്ല, അതൊരു വളരെ വലിയ ഈ സൈക്കോളജിയെക്കുറിച്ച് പല പല ന്യൂസുകളും പബ്ലിഷ് ചെയ്യുന്ന, പല പല പുതിയ റിസർച്ചും നടത്തുന്ന ഒരു സംഘടനയാണ്. ഒരു പത്രം അല്ലെങ്കിൽ ഒരു റിസർച്ച് ഓർഗനൈസേഷനാണ്. അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്കത് വായിക്കാം. അത് മാത്രമല്ല, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ചെയ്യരുതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അതിലെ നെഗറ്റീവ് വശങ്ങളൊക്കെ നിങ്ങൾ കയറി പിടിക്കും. പാനിക് അറ്റാക്ക് ഉണ്ടായവർ, പാനിക് ഡിസോർഡർ ഉള്ളവർ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ, യൂട്യൂബിൽ വീഡിയോസ് കണ്ടാൽ അതിലെ നെഗറ്റീവ് വശങ്ങളിൽ മാത്രം കയറി പിടിക്കും എന്നൊരു പ്രശ്നമുണ്ട്. അതിന് ഞാൻ പിന്നീട് പറയാം. അത് എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം പേടിച്ച മനസ്സാണ്. പേടിച്ച മനസ്സിൽ എപ്പോഴും ഡെല്യൂഷൻസും അതേപോലെ ഈ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ അതെല്ലാം ഉണ്ടാവും. അപ്പോൾ ശരിയായൊരു വിഷയത്തെ പോലും തെറ്റായി കാണാനുള്ള ഒരു പ്രശ്നം നമുക്കറിയാമല്ലോ. പേടിച്ചിരണ്ട ഒരു വ്യക്തി ഒരു കയറ് കിടക്കുന്നത് കണ്ടാൽ പോലും അദ്ദേഹത്തിന് പാമ്പായി തോന്നും. അല്ലെങ്കിൽ പേടിച്ചിരണ്ട വ്യക്തി ഇരുട്ടുള്ള റൂമിൽ ഒരു നിഴല് കണ്ടാൽ ചിലപ്പോൾ പ്രേതമോ പിശാചോ ആണെന്ന് തോന്നിയെന്ന് വരാം. ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഒന്നും ഉണ്ടാവില്ല. കാരണം ഇതിന്റെ കാരണം അവിടെ പ്രേതം ഉണ്ടെന്നോ പിശാചുണ്ടെന്നോ അല്ല, റോട്ടിൽ പാമ്പുണ്ടെന്നല്ല അർത്ഥം. യഥാർത്ഥത്തിൽ അവിടെ ഒന്നുമില്ല. പക്ഷെ നമ്മൾ അതിനെ എങ്ങനെ കാണുന്നു, പെർസീവ് ചെയ്യുന്നു. എന്തുകൊണ്ട്? നമ്മുടെ മനസ്സ് പേടിച്ചിരിക്കുകയാണ്. അപ്പൊ അതേപോലെ ഈ ആർട്ടിക്കിൾസ് വായിക്കുമ്പോഴുമെല്ലാം നമ്മൾ ഇത്തരം മിഥ്യാധാരണകൾ അല്ലെങ്കിൽ മിഥ്യയായിട്ടുള്ള കാഴ്ചകൾ കാണാൻ സാധ്യതയുണ്ട്. ഡെല്യൂഷൻസ്, ഹാലൂസിനേഷൻസ് അതെല്ലാം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഗൂഗിളും യൂട്യൂബും സെർച്ച് ചെയ്താൽ ആവശ്യമായിട്ടുള്ള വീഡിയോസ് എല്ലാം കാണുമ്പോൾ നമുക്ക് നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമേ ഫോക്കസിൽ ഉണ്ടാവുകയുള്ളൂ. ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, ഇത് സ്വാഭാവികമാണ്, ഇത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എന്നെല്ലാം എല്ലാ ആർട്ടിക്കിൾസും പറയാറുണ്ട്, വീഡിയോസിൽ പൊതുവെ പറയാറുണ്ട്. പക്ഷെ എന്നിരുന്നാലും അതിൽ ഒന്നോ രണ്ടോ നെഗറ്റീവ്, ഇപ്പൊ ഞാൻ കുറച്ച് മുമ്പ് ഒരു ഹാർട്ട് അറ്റാക്കിന്റെ കാര്യം പറഞ്ഞു, അതിൽ കയറി പിടിച്ചിട്ടുണ്ടാവും കുറെ പേർ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ പാനിക് അറ്റാക്കുമായി ബന്ധപ്പെടുത്തി ഇത് ഹാർട്ട് അറ്റാക്ക് ആണോ വന്നത്, പാനിക് അറ്റാക്ക് ആണോ വന്നത്, എങ്ങനെ തിരിച്ചറിയാം എന്നുള്ള ചോദ്യം വരും. അപ്പൊ അതിനുള്ള മറുപടിയാണ് നമ്മൾ തീർച്ചയായിട്ടും ഡോക്ടറെ കാണാതിരുന്നുകൂടാ എന്നുള്ളത്.